നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതിലെ ജില്ലാതല പരീക്ഷകളെല്ലാം തന്നെ ഒരു ഘട്ടമായി മാറി. വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ വേണമെങ്കിൽ 2 ഘട്ടങ്ങളായിട്ട് നടത്താം. ഒരൊറ്റ കണ്ടന്റിൽ 2 പരീക്ഷ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങളെല്ലാവരും നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള LGS പരീക്ഷയും നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകാം. വളരെ പ്രധാനപ്പെട്ട 2 മത്സര പരീക്ഷകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. അതേപോലെ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ. ഈ 2 പരീക്ഷകളിൽ തന്നെയാണ് കേരള PSC ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്താറുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു സാധ്യതയാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LGS പരീക്ഷ. ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷ നേടിയെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, സിലബസ് എങ്ങനെയാണ്, പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസും മെയിൻസിന്റെ പരീക്ഷയുടെ സിലബസും എന്താണ്, നിങ്ങൾ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പല വീഡിയോ സെഷനിലെ ഞാൻ നിങ്ങളുടെ മുമ്പിലെ അറിയിച്ച വസ്തുതകളാണ്. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അവര് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ അപ്ലൈ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവര് ഈ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത്, അതോ ഈ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ 2 പരീക്ഷകളും ക്രാക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്നതായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന ഒരുപാട് സംശയം. സോ അതൊന്നും അങ്ങ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പ്രിലിംസിന്റെ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം മെയിൻസിന്റെ പരീക്ഷ എഴുതുന്നു. ഇതാണ് നമ്മുടെ 2 പരീക്ഷകൾ. അതേസമയം നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഒരു പരീക്ഷ മാത്രമേ കാണത്തുള്ളൂ. പ്രോബബിളി ചിലപ്പോൾ ഒരു പ്രിലിംസിന്റെ പരീക്ഷയും ഒരു മെയിൻസിന്റെ പരീക്ഷയും ഉണ്ടാകാം. 2 സാധ്യതകളാണുള്ളത്. അവിടെ ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. കാരണം സാധാരണ PSC ഡിഗ്രി ലെവൽ ഒഴികെയുള്ള പരീക്ഷകളെല്ലാം ഒരു ഘട്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ജില്ലാതല പരീക്ഷകളെല്ലാം തന്നെ ഒരു ഘട്ടമായി മാറി. ഇപ്പൊ നമ്മൾ LDC പരീക്ഷ എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷകളൊക്കെ ആണെങ്കിൽ അതൊരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതേസമയം സംസ്ഥാനതല പരീക്ഷ സ്റ്റേറ്റ് വൈഡ് എക്സാമുകൾ ഇപ്പോഴും 2 ഘട്ടങ്ങളായിട്ട് തന്നെയാണ് നടത്തുന്നത്. പ്രിലിംസും മെയിൻസും നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ വേണമെങ്കിൽ 2 ഘട്ടങ്ങളായിട്ട് നടത്താം. അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുമ്പോൾ പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും തമ്മിലെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അതേസമയം നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ എഴുതുമ്പോൾ ഒരൊറ്റ സിലബസിൽ ഒരൊറ്റ കണ്ടന്റിൽ 2 പരീക്ഷ, ഒരു മാറ്റവും ഇല്ല. അത്രേ ഉള്ളൂ. ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ പരീക്ഷയെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി ഇത്രയും വിഷയങ്ങൾക്ക്
വലിയ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കണം. കാരണം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ 50 മാർക്കായി, ഹിസ്റ്ററി 10 മാർക്ക്, അപ്പോൾ തന്നെ 60 മാർക്കായി. ആ 60 മാർക്കിൽ നിന്നും പരമാവധി നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അവിടെ നിങ്ങൾ ഒരു 50-55 മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്യും. ഇനി മെയിൻസിന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അതിന് നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ 2021 മുതൽ 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മെയിൻസ് പരീക്ഷയ്ക്ക് വരെ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് ദിവസങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് GK വിഷയങ്ങൾക്കാണ്. GKയിൽ വരുന്ന 80 മാർക്കിനകത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അതിന് നിങ്ങൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് SCERT പാഠപുസ്തകങ്ങൾ തന്നെയാണ്. സോ SCERT പാഠപുസ്തകങ്ങൾ ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. സോ ഈ 2 പരീക്ഷകളിലും നമ്മൾ ഒരു 3500ഓളം അഡ്വൈസുകൾ രണ്ടിനും പ്രത്യേകം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഒരുപാട് വേക്കൻസികൾ ഉള്ളത് കൊണ്ടും ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നത് കൊണ്ടും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാധ്യതകൾ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ഒരുവിധപ്പെട്ട എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അപ്ലൈ ചെയ്തിട്ടുള്ളവർ കൂടി ഒരിക്കൽ കൂടി പ്രൊഫൈലിനകത്ത് കടന്നു പോയിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. 423/2025 എന്ന് പറയുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, ഡിഗ്രി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പ് ഒരിക്കൽ കൂടി എന്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്ലൈ ചെയ്യാനുള്ളവര് എത്രയും പെട്ടെന്ന് 423/2025 എന്ന് പറയുന്ന തസ്തിക എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കുക. അതാണ് ചെയ്യേണ്ടത്. സിലബസിലേക്ക് വരുമ്പോൾ പഴയതുപോലെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, SCERT പാഠപുസ്തകങ്ങളിലെ ഒരു പോയിന്റ് പോലും വിടാതെ മക്കളെ, ഒരു പോയിന്റ് പോലും വിടാതെ ഫുൾ ആയിട്ട് പഠിച്ചോണം. സമയമുണ്ട്, പക്ഷേ SCERT അങ്ങ് തീർത്തേക്ക്. SCERT പാഠപുസ്തകങ്ങള് തറവായിട്ട് അരച്ച് കലക്കി കുടിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇവിടെ മാത്സിന് 20 മാർക്കാണ്, ബാക്കിയുള്ള ഭാഗങ്ങൾക്കാണ് GK വിഷയങ്ങൾക്കാണ് ഈ പറയുന്ന 80 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് അറിയാത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകം ഓർക്കുക, നമുക്ക് ഡിഗ്രി ഉള്ള ആളുകൾക്കൊക്കെ എഴുതാൻ സാധിക്കുന്ന നമ്മുടെ അവസാന സാധ്യതയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ. ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ 3 വർഷം കഴിയണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാധ്യത മനസ്സിലാക്കി 2026 പകുതിയോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് SCERT പാഠപുസ്തകങ്ങൾ കൂടി ഒരു പോയിന്റ് പോലും വിടാതെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അരച്ച് കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പരീക്ഷകളും നിങ്ങളുടെ കയ്യിലിരിക്കും. അതില് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ അഡ്വൈസ് വരുമ്പോൾ ഇത് ഒഴിവാക്കി അങ്ങോട്ട് പോകാവുന്നതാണ്. ഇനി അതല്ല, അവിടെ കുറച്ച് മോശപ്പെട്ട റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ സർവീസിൽ തുടർന്നുകൊണ്ട് അവിടെ റാങ്ക് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകാവുന്നതാണ്. LGSന്റെ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് തയ്യാറെടുക്കുന്നവര് ഏറ്റവും ഭംഗിയായിട്ട് ഈ പറയുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സയൻസ്, പൊതുജനാരോഗ്യം മാത്രം 20 മാർക്കാണ്, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം 40 മാർക്കാണ്.
ഇത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് വെച്ച് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾ ഏതൊക്കെ മേഖലകളാണോ പഠിച്ചു പോകുന്നത് അത് ടിക്കിട്ട് കിട്ടുന്ന ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ പഠിക്കാൻ കിട്ടുന്നുള്ളെങ്കിലും കുഴപ്പമില്ല, അതുപോലും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തി ഈ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യും. ഞാൻ ഉറപ്പായിട്ടും 2027 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലെ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോയിക്കോ. നിങ്ങൾക്കുള്ളതാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ആഗ്രഹിച്ചാൽ നമുക്ക് ഈ പരീക്ഷ നേടിയെടുക്കാൻ സാധിക്കുമോ? ഒരു പരിധി വരെ ആഗ്രഹം വേണം. അത് തീവ്രമുള്ള ഒരു ആഗ്രഹമാക്കി മാറ്റണം. ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ പറയുന്ന എങ്ങനെയെങ്കിലും കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നേടിയെടുക്കണം എന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഡയറക്ഷൻ വേണം. ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്, SCERT പാഠപുസ്തകങ്ങളിലെ ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. കൃത്യമായ ടൈം ടേബിൾ വേണം. ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ ടോപ്പിക് എക്സാമുകൾ എഴുതണം, അതിന്റെ മോഡൽ എക്സാമുകൾ എഴുതണം, OMR പരീക്ഷകൾ എഴുതണം, ലൈവ് ക്ലാസ്സുകൾ വേണം, സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കണം. അത്തരത്തിലെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷകൾക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ 2 പരീക്ഷകളും ഒരുപോലെ പഠിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് 3 ബാച്ചുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷയുടെ കൃത്യം ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് അതേ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് CCയിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിലെ നിങ്ങൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അതാത് അധ്യാപകരോട് ചോദിച്ച് ഒരു മെന്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ആ മെന്റർഷിപ്പ് പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരീക്ഷകൾ എഴുതി വലിയ ആത്മവിശ്വാസത്തോടു കൂടി 2026 കഴിഞ്ഞ് 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ആദ്യത്തെ 100-നകത്തേക്ക് വരുന്ന ആ ഒരു സ്വപ്നസുന്ദരമായ നിമിഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഒരു പക്ഷേ ക്ലിയർ ആയി കാണും. നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തോടെ ഇനി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് മറ്റ് യൂസ്ഫുൾ വീഡിയോ സെഷനുമായിട്ട് വീണ്ടും വരാവുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക, വലിയ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും എന്നെ കൊണ്ട് പറ്റുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025, 2026, 2027 കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത നിങ്ങളുടെ സ്വപ്ന ജോലി നേടിത്തന്ന ഒരു കാലഘട്ടമായി ജീവിത ചരിത്രം രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരു സുവർണകാലം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.